ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററാണ്. വൈദ്യുത കാന്തിക ഫലം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. വൈദ്യുത കാന്തിക ഫലം. കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്താൻ സഹായിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. അപ്പോൾ കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്താൻ സഹായിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് കോമ്പസ് ആണ് കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്താൻ സഹായിക്കുന്നത്. ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളുകളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലം ചുരുളുകൾക്ക് ചുറ്റും രൂപപ്പെടുന്നതാണ് കാന്തിക മണ്ഡലം. അപ്പോൾ ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളുകളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലം ആ ചുരുളുകൾക്ക് ചുറ്റും രൂപപ്പെടുന്നതാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് 1820 കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഇഴ്സ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റ്യൻ ഇഴ്സ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? 1820 നമ്മുടെ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് കണ്ടെത്തി ക്രിസ്റ്റ്യൻ ഇഴ്സ്റ്റഡ്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഇഴ്സ്റ്റഡ് എന്ന് പറയുന്നത്. ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണങ്ങളാണ് ഇന്നുപയോഗിക്കുന്ന റേഡിയോ, TV, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത് എന്ന് ചോദിച്ചാൽ അതും ഹാൻസ് ക്രിസ്റ്റ്യൻ ഇഴ്സ്റ്റഡിൻ്റെ പരീക്ഷണങ്ങളാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോയും TVയും ഫൈബർ ഓപ്റ്റിക്സ് മുതലായ ടെക്നോളജി എന്ന് പറയുന്നത്. കാന്തിക മണ്ഡലത്തിലെ തീവ്രതയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഇഴ്സ്റ്റഡ് ആണ്. അപ്പോൾ കാന്തിക മണ്ഡല തീവ്രത അല്ലെങ്കിൽ കാന്തിക തീവ്രതയുടെ എന്താണ് CGS യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇഴ്സ്റ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന് കാന്തിക മണ്ഡല തീവ്രതയുടെ CGS യൂണിറ്റിന് ഇഴ്സ്റ്റഡ് എന്ന് പേരിട്ടത്. വലത് കൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ വലത് കൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അപ്പോൾ മാത്സ് ഒക്കെ നല്ല വെല്ലായിട്ട് എഴുതണമെങ്കിൽ, നല്ല വൃത്തിയായിട്ട് മാത്സ് എഴുതണമെങ്കിൽ നമ്മുടെ വലത് കൈയുടെ പെരുവിരൽ നന്നായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാത്സ് ഒക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വലത് കൈ പെരുവിരൽ നിയമം, വലത് കൈ വെച്ചല്ലേ നമ്മൾ മാത്സ് ചെയ്യുന്നത്. അപ്പോൾ വലത് കൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഇനി എന്താണ് ഈ വലത് കൈ പെരുവിരൽ നിയമം എന്ന് നോക്കാം. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അപ്പോൾ ഈ ഒരു നിയമത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വലതു കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അപ്പോൾ ഈ ഒരു നിയമമാണ് വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത്. വലംപിരി സ്ക്രൂ നിയമം എന്നറിയപ്പെടുന്നതും ഈ വലത് കൈ പെരുവിരൽ നിയമമാണ്. അപ്പോൾ വലത് കൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്താണ്? വലംപിരി സ്ക്രൂ നിയമം എന്നും ഇതിന് പറയുന്നുണ്ട്. വലംപിരി സ്ക്രൂ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ വലംപിരി സ്ക്രൂ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു വലംപിരി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രൂ തിരിച്ച് മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ നമ്മുടെ വൈദ്യുത പ്രവാഹ ദിശയായിട്ട് പരിഗണിച്ചാൽ എന്ത് ചെയ്യും? സ്ക്രൂ തിരിയുന്ന ദിശ നമുക്ക് എങ്ങനെ കാണാം? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നുവെന്ന് കാണാം.
ഇനി കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചുറ്റുകളുടെ എണ്ണം, വൈദ്യുത പ്രവാഹ തീവ്രത എന്നിവ കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ചുറ്റുകളുടെ എണ്ണം, വൈദ്യുത പ്രവാഹ തീവ്രത എന്നിവയാണ് കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളുകളെയാണ് സോളിനോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളുകളെ നമ്മൾ എന്തെന്ന് പറയും? സോളിനോയിഡുകൾ എന്ന് പറയുന്നു. ചെമ്പ് കമ്പി ഉപയോഗിച്ച് നിർമ്മിച്ച സോളിനോയിഡിൽ പച്ചിരുമ്പ് കോർ വച്ച ശേഷം സെല്ലിൽ നിന്ന് വൈദ്യുതി കടത്തിവിട്ടാൽ ഇത് കാന്തമായിട്ട് മാറും. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവുമായിരിക്കും. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അതിൻ്റെ അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവും ആയിരിക്കും. ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി സ്ഥിരമാണ്. അപ്പോൾ ഈ ബാർ കാന്തം എടുക്കുകയാണെങ്കിൽ ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും. സോളിനോയിഡിൻ്റെ കാന്തശക്തി താൽക്കാലികമാണ്. അപ്പോൾ സോളിനോയിഡിന് കാന്തശക്തി താൽക്കാലികവും ബാർ കാന്തമെടുത്താൽ അതിന് കാന്തശക്തി എങ്ങനെയുമായിരിക്കും? സ്ഥിരവും ആയിരിക്കും. ചാലകത്തിൻ്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വൈദ്യുത പ്രവാഹ ദിശ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്നിവ ചാലകത്തിൻ്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒരു കാന്തത്തിന് സമീപം സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കപ്പെട്ടാൽ വൈദ്യുത പ്രവാഹ ദിശ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, ചാലകത്തിൻ്റെ ചലനദിശ എന്നിവ പരസ്പരം ലംബമായിരിക്കും. അപ്പോൾ ഒരു കാന്തത്തിന് സമീപം സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പ്രവഹിക്കപ്പെട്ടാൽ വൈദ്യുത പ്രവാഹ ദിശ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, ചാലകത്തിൻ്റെ ചലനദിശ എന്നിവ പരസ്പരം ലംബമായിരിക്കും. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായകമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമമാണ്. അപ്പോൾ വലത് കൈ പെരുവിരൽ നിയമം നമ്മൾ പഠിച്ചു, അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായകമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമമാണ്. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം പറയുന്നത് ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുമ്പോൾ, അപ്പോൾ ഏതൊക്കെയാണ്? ഇടത് കൈയുടെ തള്ളവിരൽ, അതുപോലെ ചൂണ്ടുവിരൽ, നടുവിരൽ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ പിടിക്കുമ്പോൾ എന്താണ്? കാന്തിക മണ്ഡലത്തിൻ്റെ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും, ഇതാണ് ചൂണ്ടുവിരൽ, ഇതെങ്ങനെയായിരിക്കും? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അതുപോലെ നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ എന്താണ്? തള്ളവിരൽ എങ്ങനെയായിരിക്കും? ചാലകത്തിൻ്റെ ചലന ദിശയിലായിരിക്കും. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം എന്ന് പറയുന്നത്. ഇനി ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു എന്ന തത്വത്തിനാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോട്ടോർ തത്വം എന്ന് ചോദിച്ചാൽ, ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലമുളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. ആ തത്വമാണ് മോട്ടോർ തത്വം.
മോട്ടോർ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഫാൻ, മിക്സി എന്നിവ. അപ്പം മോട്ടോർ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഫാന്, മിക്സി മുതലായവ. ഇനി വൈദ്യുത മോട്ടോറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വൈദ്യുത മോട്ടോറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാന്തിക ധ്രുവങ്ങളുണ്ട്, മോട്ടോർ തിരിയുന്ന അക്ഷം, ആർമേച്ചർ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ, സ്പ്ലിറ്റ് റിങ്ങുകൾ എന്നിവയാണ് വൈദ്യുത മോട്ടോറിൻ്റെ ഭാഗങ്ങൾ. ഒന്നുകൂടി പറയാം: കാന്തിക ധ്രുവങ്ങൾ, മോട്ടോർ തിരിയുന്ന അക്ഷം, ആർമേച്ചർ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ, സ്പ്ലിറ്റ് റിങ്ങുകൾ എന്നിവ വൈദ്യുത മോട്ടോറിൻ്റെ ഭാഗങ്ങളാണ്. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളാണ് ആർമേച്ചർ. ഇനി സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്ന മോട്ടോറിൻ്റെ ഭാഗമാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർമേച്ചർ എന്ന് ചോദിച്ചാൽ, സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്ന മോട്ടോറിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർമേച്ചറിന് സ്വതന്ത്രമായിട്ട് തിരിയാൻ പറ്റും. അതിന് തിരശ്ചീനമായിട്ട് സ്ഥിതി ചെയ്യുന്ന, അങ്ങനെ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായിട്ട് സ്ഥിതി ചെയ്യുന്ന മോട്ടറിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആർമേച്ചറാണ്. മോട്ടറിൻ്റെ ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ എന്ത് ചെയ്യുന്നു? മോട്ടറിൻ്റെ ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നതാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ എന്ന് പറയുന്നത്. സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ എന്നറിയപ്പെടുന്നത് ഈ സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് റിങ്ങുകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ എന്നാണ് ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ അറിയപ്പെടുന്നത്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നത് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ജോലി എന്താണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പിന്നെ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ചാനലിലൊക്കെ കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എന്തഭിപ്രായമുണ്ടെങ്കിലും നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലിടുക. ഇനി ഉള്ള ക്ലാസ്സുകളുടെ ഈ രീതികൾ എങ്ങനെയാണ് വേണ്ടത് ഒക്കെ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.